ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് വാട്സപ്പ് നമ്മുടെ മൊബൈലിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കെ തന്നെ വേറൊരു മൊബൈലിലൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പുതിയൊരു സിസ്റ്റം ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ട്, ബീറ്റ വെർഷനിൽ. അതെങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇത് നല്ലോണം ശ്രദ്ധിച്ചാണ് ചെയ്യാൻ. ഇതേ സംഭവം വേറെ ആൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ സെക്യൂരിറ്റിയെ ബാധിക്കും. അത് നല്ലോണം ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒന്നെങ്കിൽ ബീറ്റ വെർഷനിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ ആ സെറ്റിങ്സ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ ഓൾറെഡി വാട്സപ്പുള്ള മൊബൈലും വേറൊരു മൊബൈൽ എടുക്കുക. എന്നിട്ട് ആ മൊബൈലിൽ നമ്മൾ പുതിയൊരു വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ഈ സെറ്റിങ്സിലേക്ക് പോവാം. സെറ്റിങ്സിൽ പോയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എബൌട്ട് എന്നുള്ള ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ ബിൽ നമ്പർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അതിലൊരു 3 പ്രാവശ്യം പ്രസ് ചെയ്ത് കൊടുത്താൽ ഡെവലപ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ജസ്റ്റ് ഓപ്പൺ ആവും. അതിലാണ് നമുക്ക് സെറ്റിങ്സ് ഉള്ളത്. അത് ചെയ്യുക. എങ്ങനെ ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. ഈ ബിൽ നമ്പർ 3 പ്രാവശ്യം പ്രസ് ചെയ്ത് കൊടുത്താൽ ഡെവലപ്മെൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ബാക്കോട്ട് തന്നെ പോയി കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഓപ്ഷൻ അവിടെ കാണാം. സിസ്റ്റം സെറ്റിങ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ താഴെ പോയി കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഓപ്ഷൻ അവിടെ ഓപ്പൺ ആയത് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴോട്ട് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ നമുക്ക് സ്മാളസ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻസ് അവിടെ കാണാം. അപ്പോൾ അതിൽ ഓൾറെഡി ഇപ്പോൾ 360 ആയിരിക്കും ഉണ്ടാവുക. നമുക്കവിടെ ഒരു 520 ആക്കി കൊടുക്കുക ഫസ്റ്റ് ടൈമിൽ. അപ്പോൾ നിങ്ങളെ സ്ക്രീന് ജസ്റ്റ് ഒന്ന് ചെറുതാവും. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 360 ആണുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് 520 അങ്ങനെ 500 ആക്കി കൊടുത്താൽ മതി. 520 ആക്കി കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമ്മളെ ഫോൺ ജസ്റ്റ് ചെറുതായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വാട്സപ്പിലേക്ക് വീണ്ടും പോവാം. ഇപ്പോൾ അവിടെ ഒരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ഓക്കെ, വാട്സപ്പ് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അവിടെ ആ സൈഡിലായിട്ട് 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലിങ്ക് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ സെറ്റിങ്സിൽ പോയിട്ട് വാട്സപ്പുള്ള സെറ്റിൽ ലിങ്ക് ഡിവൈസ് ഉള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു QR കോഡ് കിട്ടും. QR കോഡ് നമുക്ക് സ്കാൻ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇതിലത്തെ ക്യാമറ ഓൺ ആക്കിയിട്ട് അതിലേക്ക് സ്കാൻ ചെയ്യാം. നമ്മളെ ഒറിജിനൽ വാട്സപ്പ് ഏത് വാട്സപ്പാണോ വേണ്ടത് അതിൻ്റെ ആണ് അങ്ങോട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ക്യാമറ ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യാണ്. അപ്പോൾ അതിലേക്ക് ലോഗിൻ ആകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമ്മുടെ എല്ലാ മെസ്സേജുകളും അങ്ങോട്ടേക്ക് മാറും. ഓട്ടോമാറ്റിക് എല്ലാം ബാക്കപ്പ് ആവും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് 2 മൊബൈലിലും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് കാണിച്ചാൽ ഞാൻ രണ്ടിലും ലോഗൗട്ട് ചെയ്യാതെ തന്നെ 2 മൊബൈലിലും നമ്മുടെ ഈ വാട്സപ്പ് യൂസ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഈ വാട്സപ്പ് ഫുള്ളായിട്ടുണ്ട്. അതേപോലെ എൻ്റെ മറ്റേ മൊബൈലിലും വാട്സപ്പ് വർക്കിംഗ് ആണ്. ഇത് നമ്മൾ ആദ്യം ചെയ്ത 360 ലെവൽ 520 ആക്കിയത് 360 ആക്കി കൊടുക്കുക. സെറ്റിങ്സിൽ പോയിട്ട് ഇപ്പോൾ പഴയ പോലെ ഉണ്ടാവും. പിന്നെ നമുക്ക് ആ കാര്യങ്ങളൊന്നും ആവശ്യമില്ല, സെറ്റിങ്സ് ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ 2 മൊബൈലിലും നമ്മുടെ സെയിം വാട്സപ്പ് യൂസിങ്ങിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് 2 മൊബൈലിലും സെയിം വാട്സപ്പ് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.